ജെംജെ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പാലക് ചീര കൊണ്ട് ഒരു സൂപ്പ് തയ്യാറാക്കാം. പാലക് ചീര എന്ന് പറഞ്ഞാൽ നിരവധി പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി കൂടാതെ മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പാലക് ചീര നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഈ വിറ്റമിനുകളെല്ലാം ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതുപോലെ ഇതിലെ വിറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ ദഹനശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ചെറുക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ചീരയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെ നല്ലതാണ്. പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. സൂപ്പായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർബ് ആവുകയും നമുക്കിതിൻ്റെ എല്ലാ ഗുണങ്ങളും പെട്ടെന്ന് നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാലക് ചീര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് തീരെ ചെറിയ ചീരയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് വലുതാണ്, അതുകൊണ്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഈ ഒരു വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൂപ്പ് തയ്യാറാക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. നമുക്കിതിലേക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ആണെങ്കിൽ 10 എണ്ണം മതി. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറിയ ബ്രൗൺ കളർ ആവുകയോളം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചോപ്പ് ചെയ്തതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. സവാള ട്രാൻസ്പെറൻ്റ് ആവുകയുള്ളൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലക്കൊന്ന് ഈ ബട്ടറിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലക്ക് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ബേ ലീഫ് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ബൗളിലേക്ക് മാറ്റാം. ജാറ് കഴുകിയുമ്പോൾ നമുക്ക് കുറച്ചൊഴിക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ ബാക്കി ചേർക്കാനുള്ള ചേരുവകളൂടെ ചേർക്കാം. ഇപ്പം നല്ല ഗ്രീൻ കളറാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ ഞാൻ കലക്കിയെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് തിക്കാവും. നമ്മുടെ ആവശ്യാനുസരണം എത്ര ക്രീമായിട്ട് ഇരിക്കണോ അതനുസരിച്ച് ഇതിലേക്ക് ഇനി പാലൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറ് നല്ലൊരു കളറാണ്. ഇപ്പോൾ ഡാർക്ക് ഗ്രീനാണ്. പാലക് സൂപ്പിൽ നമ്മൾ പാലും കൂടെ ചേർത്താണ് എടുക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് കോൺസ്റ്റാർച്ച് വെള്ളത്തിൽ കലക്കി ചേർത്തത്. ഇനി പാൽ നമ്മൾ ഇതിലേക്ക് അല്ലാതെ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്ത് തിളച്ച് കഴിഞ്ഞാൽ ഇത് തിക്കാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഈ ഒരു സൈസ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പിന് 1 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്.
പാല് ചേർത്തപ്പോൾ ഇതിൻ്റെ കളറ് നല്ലൊരു കളറായി, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. ഞാൻ തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പോട് ചേർക്കാം. ഞാനിവിടെ ലേശം ഉപ്പോട് ചേർക്കുന്നുണ്ട്. കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്താൽ ഇനി അധികം നേരം തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതുണ്ട്, എൻ്റെ സൈഡിലൊക്കെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള പാലക് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്